പൈസ കോൺട്രാക്ട് അല്ല, ഇത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അല്ലേ, നമുക്ക് എപ്പോ എത്ര കാലം വേണമെങ്കിലും ചെയ്യാം. സാലറിയോ? സാലറി 2 പീരീഡ് ആയതല്ല, 50,000. 2 ആഴ്ച 2 പീരീഡ് അല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഫുൾ ടൈം അല്ലല്ലോ. എന്നാലും 50,000 കിട്ടുന്നില്ലേ? ഫോറൻസിക് ഫിസിയോളജി എല്ലാം പഠിക്കണമല്ലോ. ആദ്യത്തെ പോസ്റ്റ്മോർട്ടം കണ്ട് ഞാൻ തലയിട്ടില്ല. ഞാൻ പക്ഷെ എനിക്ക് തല ഇറങ്ങിയത് എപ്പോഴാണ് വെച്ചാൽ, ഞാന് നമ്മുടെ ഓഡിയോ വരുമോ, ഞാനേ തലയിട്ട് വീണു. ഞാന് മറ്റേ ഇവിടെ വയനാട്ടിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴേ കാടിന്റെ ഉള്ളിൽ ഒരു ആദിവാസി ഊരിൽ പോയിട്ട് ഒരു ഡെലിവറി എടുത്തിരുന്നു, ഒറ്റയ്ക്ക്, ഒരൽപ്പമില്ല, ഞാനും ഗർഭിണിയും മാത്രം, അവരുടെ ഭർത്താവും. അപ്പൊ അവര് 11:45 ലേബർ പെയിൻ, ഞങ്ങൾ തലേ ദിവസം പോയി നോക്കിയിരുന്നു. അപ്പൊ അവര് 3rd ഗ്രാവിഡിയാണ്, അപ്പം പെട്ടെന്ന് തന്നെ വരുമല്ലോ. അപ്പൊ നമ്മള് പിറ്റേ ദിവസം നമ്മളോട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഈ ചേച്ചി വേദന വന്നു രാത്രി 10 മണിക്ക്, അന്ന് തന്നെ രാത്രി 10 മണിക്ക് വേദന വന്നു. പക്ഷെ അവര് പറഞ്ഞില്ല. 11 മണിയായപ്പോ അവർക്ക് മനസ്സിലായി പ്രസവ വേദനയാണ്. അപ്പൊ എനിക്ക് അവിടെ 6 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. ഞാൻ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട്, അവരുടെ ഊരിലുള്ള അവരൊരാൾ വിളിച്ചു, സാർ പെയിൻ തുടങ്ങിയിട്ടുണ്ട്, എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല, ഭയങ്കര മഴയാ, അവനെ കാട്ടാനൊക്കെ ഉള്ള സ്ഥലമല്ലേ. ഞാൻ എന്റെ കാർ എടുത്തു പോയി. ഞാനാണെങ്കിൽ ഓട് ക്ലാമ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഹോസ്പിറ്റലിൽ ഇല്ല അതൊന്നും. അവിടെ ചെന്നപ്പോ അവർക്ക് ശരിക്കും ലേബർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ദൈവത്തിനെ എല്ലാം പ്രാർത്ഥിച്ച് മൾട്ടി ആയതുകൊണ്ട് വന്നു. പിന്നെ കോഡ് കട്ട് ചെയ്യണ്ടേ, അപ്പൊ നമ്മള് നൂല് വെച്ചിട്ട് കോഡ് ക്ലാമ്പ് ചെയ്തിട്ട് കത്രിക ചൂടാക്കി കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വേഗം കുട്ടീനെയും കൊണ്ട് എന്റെ കാറിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നു, പീഡിയാട്രീഷ്യനെ കാണിച്ചു, അമ്മേനെ ഒബ്സർവേഷൻ. ഇപ്പം പ്ലാസന്റെ ഒക്കെ വന്നതിന് ശേഷം ഒരു സാധനം മാത്രം എടുത്തിരുന്നു, ഓക്സിറ്റോസിൻ മാത്രം എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, അത് എനിക്ക് പിന്നെ പക്ഷെ അതൊന്നും നമ്മളവിടെ ബേസിക്കല് ഉണ്ടാവൂല. പിറ്റോസിനായിരുന്നു നമ്മള്. പിന്നെ ഡെലിവറിക്ക് മുമ്പേ കൊടുക്കും, ശേഷം അപ്പൊ അത് കൊടുത്തിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് അതിനിത് കിട്ടി കേട്ടോ, അപ്രിസിയേഷൻ ഒക്കെ കിട്ടി കളക്ടറിന്റെ DMOന്റെ അടുത്ത്. കാരണം അവര് നമ്മളെ ഹോം ഡെലിവറി പ്രിവെന്റ് ചെയ്തതല്ലേ. അപ്പൊ അതും ഹോം ഡെലിവറി ഭയങ്കര പ്രശ്നമാണ് നമുക്ക്. അത് മാത്രമല്ല, ഇങ്ങനെ തന്നെ ഒരു ഊരിൽ പോയി വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇതെടുക്കുമ്പോ നല്ലൊരു അപ്രീസിയേഷൻ ആണത്. അപ്പൊ അത് മറ്റേ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട് എന്റെ അടുത്ത്, ഞാൻ ഡെലിവറി എടുക്കുന്നത്. എന്റെ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു ആംബുലൻസിൽ, അവൻ എടുത്തു. ആ കുട്ടീനെ പിന്നെ ഞാൻ അവിടെ ഊരിൽ പോയി കണ്ടു, ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തു, ബേബി സെറ്റൊക്കെ കൊടുത്തു. ഞങ്ങളെ ലേബർ റൂമിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കുറെ പേരെ ലേബർ റൂമിൽ വിട്ടു. വിട്ടപ്പോഴേ ആൾക്ക് ചെന്നപ്പോഴത്തേക്ക് ബോംബെയിലാണേ. ഒരു പെണ്ണുള്ള മമ്മി ഐ വിൽ ഡൈ മമ്മി, ഐ കാൺ മമ്മി, ഹെൽപ്പ് മീ മമ്മി പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. അയ്യോ ഞാൻ ഭഗവാനെ ഇതെന്തോന്നത്, അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മനസ്സിലായ? വയസ്സ് 20. അതെ, ഫസ്റ്റ് പോകുന്നതുകൊണ്ട് വയസ്സ് 20 അത്രേ ഉള്ളൂ. മമ്മി പറഞ്ഞോണ്ട് ഈ പെണ്ണോട് ഭയങ്കര വിളി. ഒരു സുന്ദരി പെണ്ണുകുട്ടി അവിടെ ഉള്ളതാണ്, ഭയങ്കര വിളി. ചെന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ട് പിന്നെ ബട്ടക്സ് ആയിരുന്നു. അതിങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഈ സംഭവം
ഒക്കെ വരുന്നുണ്ട്. ഞാൻ പോടേ നോക്കിട്ട് അവിടുന്ന് ഒരൊറ്റ ഓട്ടം. കണ്ണൂരിൽ നിന്നുള്ള ഞങ്ങൾക്കൊരു കല്യാണി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെക്കാൾ ഇച്ചിരി ഏജ്ഡ് ആണ് അവള്. ഇച്ചിരി രണ്ട് മൂന്ന് വയസ്സിന് മൂത്തതാണ്. അതിൻ്റെതായ പക്വത ഉണ്ടായിരുന്നു. ഒരു ടീച്ചറായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം വന്നതാണ്. BEd ഒക്കെ കഴിഞ്ഞതാണത്. BEd TTC ഒക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ വന്നു ഉണ്ടായിരിക്കും അവിടെ. ഞാൻ അയ്യോ എനിക്ക് പേടിയാവണ്. അയ്യോ ഇതെന്തോന്ന് ഭഗവാനെ, അയ്യോ ഇങ്ങനെയാണോ പ്രസവിക്കണേ ഈശ്വര? വേണ്ട, കല്യാണം കഴിക്കേണ്ട, പ്രസവിക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നോക്കി. അങ്ങനെ ആദ്യത്തെ പ്രസവം കണ്ടത്, ആദ്യത്തെ പോസ്റ്റ്മോർട്ടം കണ്ടത്. അതിനുശേഷം അതുപോലെ തിയേറ്ററിൽ പോസ്റ്റിംഗ് വന്ന് ആദ്യത്തെ പോസ്റ്റിംഗ് തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ആദ്യം വന്നപ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ പോസ്റ്റിംഗ് വന്നപ്പോൾ ഞാൻ അയ്യോ എനിക്ക് പറ്റൂല, എനിക്ക് ഭയങ്കര ജലദോഷവും ചുമയൊക്കെ, അതുകൊണ്ട് ഞാൻ പോണില്ല. പിന്നെ പറഞ്ഞു എന്തായാലും തിയേറ്റർ പോസ്റ്റിംഗ് ഇട്ട് പോയേ പറ്റുള്ളൂ. കാരണം ആളില്ലാത്തപ്പോൾ വിടണമല്ലോ. അപ്പൊ എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യണം, പോയേ പറ്റുള്ളൂ എന്നുള്ളൂ. പിന്നെ ചെറുപ്പമാണല്ലോ, എവിടെയാണെങ്കിലും പോയേ പറ്റുള്ളൂ. അതൊന്നും ഈ AC കൂടുതൽ നിന്നുള്ള ശീലമില്ല. അതിനകത്ത് എപ്പോഴും AC തന്നെ നിൽക്കണം. എന്റെ ദൈവമേ, ആകപ്പാടെ ഇത്. അത് പിന്നെ ട്രോളി സെറ്റ് ചെയ്യാൻ പറയണം. ട്രോളി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സർജറിയുടെ ഇതനുസരിച്ച് ഓരോ ഇൻസ്ട്രുമെന്റും വെക്കണം. അത് സെറ്റ് ചെയ്യണം. അത് പിന്നെ പരീക്ഷയ്ക്കാണെങ്കിൽ എക്സാമിനകത്ത് ഞങ്ങൾക്ക് ഓരോ ട്രോളി ഓരോ കേസിന്റെ ചെയ്യണതിന് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്ക് അത് കാണാപ്പാടെ പഠിച്ചല്ലേ ചെന്ന് ട്രോളി സെറ്റ് ചെയ്യണത്. കാണാപ്പാടെ പഠിച്ചല്ലേ ചെന്ന് ട്രോളി സെറ്റ് ചെയ്യണത്. ചെക്ക് ചെയ്യുമല്ലോ NS ഒക്കെ വന്നിട്ട്. നേഴ്സിംഗ് സൂപ്രണ്ട് അതൊക്കെ ചെക്ക് ചെയ്യില്ലേ? ചീത്തയും കേൾക്കും. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് അതറിയാം. പക്ഷെ അതിന് പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കുള്ള ആവശ്യത്തിന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോ അത് പറ്റുമോ? എക്സ്പീരിയൻസാ. പിന്നെ ഇപ്പൊ ഡെലിവറി പിന്നെ കണ്ണൂരൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെത്താനെ എടുക്കുന്നത്, തന്നെത്താനെ സ്റ്റിച്ച് ചെയ്യും, എല്ലാം തന്നെത്താനെ. ആരുടെ ഡോക്ടർമാരൊന്നും വരില്ല, നമ്മളെ ഏൽപ്പിക്കുന്നത്. മുഴുവൻ ഡെലിവറി നമ്മളെ എടുക്കത്തെ. ഓക്കെ, കഴിഞ്ഞ അത് ശരി. ഇത് വീട്ടിൽ നിന്നും ചെയ്യാം, പക്ഷെ അത് കുറച്ച് കള്ളത്തിനും ചെയ്യണം. പഞ്ച് ചെയ്യണ്ടേ? ഇതാണ് പഞ്ച്. എവിടെ? കഴിഞ്ഞു. നമ്മളെ ഫോണില്. ഇവിടെ പഞ്ചിങ് മെഷീൻ ഇല്ലേ? ഇല്ല, നമ്മളെ ഫോണിൽ അത് സെറ്റ് ചെയ്ത് തരും. പക്ഷെ നമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ വന്നാലേ അത് ഓൺ ആക്കാൻ പറ്റും. അത് ശരി. ഹോസ്പിറ്റലിന്റെ 100 മീറ്ററിനുള്ളിൽ നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ 2000 രൂപ കൊടുത്താൽ ആ ആപ്പിൽ കള്ളത്തരം കാണിച്ചിട്ട് ഈ ഹോസ്പിറ്റൽ ലൊക്കേഷൻ നമ്മളെ വീടിന്റെ ലൊക്കേഷൻ ആക്കി മാറ്റി തരും. അങ്ങനെ കള്ളത്തര പരിപാടി ഉണ്ട്. കൂട്ടുകാരൊക്കെ അതാ ചെയ്യുന്നത്. നമുക്ക് വേണ്ട. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഡെയിലി രാവിലെ ഇങ്ങനെ ഒരു ഓട്ടം ചുമ്മാ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. അനാവശ്യമായിട്ട് കള്ളത്തരം കാണിക്കണ്ട. എന്തായാലും ഒരു ജോലിക്ക് ശമ്പളം തരുന്നത്. ഞാൻ പറയാം, അനാവശ്യമായിട്ട് കള്ളത്തരം കാണിക്കണ്ട. നമുക്ക് കള്ളം പറയാം, കള്ളം ചെയ്യാവേ, പക്ഷെ അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യാം, അല്ലാതെ അനാവശ്യമായിട്ട് ചെയ്യരുത്. എനിക്കും ഇഷ്ടമല്ല. സത്യസന്ധത വേണം, എങ്കിലേ നമ്മൾ വാങ്ങിക്കുന്ന പൈസക്കൊരു ഇതുണ്ടാവുള്ളൂ. ഇൻട്രാപ്പൻ എസ്കലേറ്റർ. നമ്മൾ നാണുമാഷ വീടിന്റെ അടുത്തൂടെയാ പോണേ. ആണോ? നാണുമാഷ വിളിച്ചിരുന്നു. എന്ന് വിളിച്ചു നോക്ക് വെറുതെ. നമ്മളത് വഴി വരാന്ന് പറയണ്ട. വിളിച്ചിരുന്നു. നമ്മളിപ്പോ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് കോഴിക്കോടാണുള്ളത്, നമ്മള് പോവാണ്. റേഞ്ച് കിട്ടിയില്ല, നമ്മള് കഴിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു.
എന്തോ നേരത്തെ മാഷ് വിളിച്ചപ്പോഴത്തേക്കും റേഞ്ച് കിട്ടിയ പ്രോബ്ലം ആയിരുന്നു. പുറപ്പെട്ടു. അവന് റിസപ്ഷൻ ഇന്ന്. അവനെവിടെ സ്റ്റേ ചെയ്യുന്ന അവനെ അറിയുള്ളൂ, നമുക്കറിയില്ല. തങ്കത്തേച്ചി വന്നില്ല, തങ്കത്തേച്ചി വീട്ടിലുണ്ട്. യാത്രയൊക്കെ നല്ലതായിരുന്നു. എവിടെ ഇവിടെ തണുപ്പിന്റെ പ്രശ്നമൊന്നുമില്ല. തിരുവനന്തപുരത്ത് പക്ഷേ പിന്നെ രാത്രിയിലൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതായത് വൃശ്ചികമാസത്തിന്റെ തണുപ്പ് എല്ലായിടത്തും ഉണ്ട്, അത്ര തന്നെ. നിങ്ങൾക്കോ തണുപ്പുണ്ടോ? ശരി. നിങ്ങളെന്നാ അങ്ങോട്ട് വരുന്ന? മറ്റന്നാളിലോ? അത് തന്നെ, മറ്റന്നാളില്. നന്നായി. നിങ്ങൾ അങ്ങോട്ട് വരുവാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇനിയും എപ്പോഴോട്ട് വരുന്നത്? ഞാൻ എവിടെയെങ്കിലും ഒരാഴ്ച കൊണ്ട് ഓട്ടവാ. മാഹിക്ക് അവിടുന്ന് നമുക്ക് പിന്നെ 30-ാം തീയതി ഞാൻ വിചാരിച്ചു പിന്നെ പോയിട്ട് അതുവഴിയെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. 30-ാം അപ്പൊ അത്രേ ഉള്ളൂ. ഇരുപത്തി 28-നല്ലേ പിന്നെ വീട്ടിൽ കൂടല്. നോക്കാം, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം ഇനി അവിടുത്തെ അമ്മച്ചി എന്താ പറയുന്നതെന്ന്. ബാക്കിയിൽ സ്റ്റേ ചെയ്താ എന്റെ പകുതി പിന്നെ എല്ലാം പിന്നെ അവിടെ ഇരിക്കുക, കോഴിക്കോട് ഇരിക്കുക. ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെല്ലായിടത്തും അവിടെ വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചെന്തെന്നറിയാവോ, നിങ്ങൾ എല്ലാവരെയും കാണാമല്ലോ, പിന്നെ അങ്ങോട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവിടുന്ന് പിന്നെ കോഴിക്കോട് ഇങ്ങി വരണ്ടേ? കോഴിക്കോട് വരണം, ട്രെയിൻ വരണമെങ്കിൽ. ഇല്ല, ഉളിയേരി നോക്കല്ലേ, ഞങ്ങൾ പിന്നെ അവിടുന്ന് ബിജുവും വരുന്നുണ്ടല്ലോ. ആണോ? അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. ആയിക്കോട്ടെ. അതെനിക്കറിയാമല്ലോ. ഓക്കെ. എന്താ പറയാ ഒരു കള്ളം പറഞ്ഞല്ലേ ഞാൻ? അത്യാവശ്യം ഒരു കള്ളം പറയല്ലേ? അത്യാവശ്യം ഒരു കള്ളം പറയാം. കാരണം എന്താണെന്നറിയോ അത് പറയാൻ കാരണം? പിന്നെ വടകരയെന്ന് അവര് കോഴിക്കോട് വരെ എന്നെ കൊണ്ടാക്കാൻ പറ്റും. വടകരയെന്നല്ല, ഇവിടുന്ന് വരണ്ടേ, കുറ്റ്യാടിന്ന് വരണം. അത് ഭയങ്കര ദൂരം അല്ലേ? ഇപ്പൊ മനസ്സിലാവും. ഇപ്പൊ നമ്മള് കുറ്റ്യാടി എത്താൻ 1 മണിക്കൂർ എടുക്കും.
പിന്നെ വീട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് 1 മണിക്കൂർ. ഇതിനിടയ്ക്ക് ബ്ലോക്ക്, പല പ്രശ്നങ്ങളും ഉണ്ട്. പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഇപ്പൊ മെയ്യില് വന്നിട്ട് പോയതേ, ജൂണില് വന്നിട്ട് പോയതേ ഉള്ളൂ. അതെ, ഞാൻ പറഞ്ഞതേ മാഹി പോയിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ കേറിയിട്ട് ഞാൻ പിക്ക് ചെയ്യാൻ വരും. എത്ര വൈകിയാലും കുഴപ്പമില്ല, രാത്രിയായാലും പിക്ക് ചെയ്യാലോ. ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വരും. അവിടുന്ന് വേണേ ഭക്ഷണം കഴിക്കോ? അതെ. അല്ലെങ്കിൽ പിന്നെ നാണുമാഷ് വയ്യ, ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാട വരെ വരണ്ടേ. പിന്നെ വലിയ ഹെൽത്ത് എന്തൊക്കെ വയ്യായികളൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ ചെയ്തിട്ട് എന്തോ പ്രോഗ്രാമിൽ എന്നിട്ട് മജുവിന് സുഖമില്ല. അതുകൊണ്ട് മജു ഉണ്ടെങ്കിൽ മമ്മിക്ക് പപ്പയും കൊണ്ട് വരാനായിട്ട് പിന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തോ പരിപാടിയിൽ മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്തോ എൻ്റെ അടുത്ത് പരിപാടിയിലെ മാറ്റം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെയാണ് വിനോദായിട്ടും വരും. വിനോദ് വരും. അങ്ങനെ അന്നേല് അതൊന്നും അവർക്കൊരു വിഷയമല്ല. വിഷയമേ അല്ല. വലിയ വണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. പിന്നെ എന്നിട്ട് അങ്ങ് ചെന്നിട്ട് ആൻറ്റി പിന്നെ ആരും കാണാതെ എന്നെ ഒന്ന് പേഴ്സണലി വിളിക്കണം, വിളി ഇറങ്ങിന്നിട്ടൊന്നും എനിക്കൊരു ആരും കേൾക്കാതെ ഒരു കാര്യം പറയാം. അപ്പം എനിക്ക് തോന്നുന്നു അമ്മൂൻ്റെ കാര്യം പറയാനാണ് കേട്ടോ. കാരണം എന്തെന്നറിയാല, പിന്നെ എങ്ങനാന്നേലും ഞാൻ അറിയുമെന്നറിയാം. മനസ്സിലായോ? എങ്ങനാണെങ്കിലും ഞാൻ അറിയും എന്നറിയാം. അതുകൊണ്ട് ഇനി പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമം തോന്നണമെങ്കിലോ, അതുകൊണ്ട് പറയാനായിരിക്കും കേട്ടോ. അല്ലേ, ഇപ്പൊ എന്റെ അടുത്ത് എപ്പോഴും ഗീത ചേച്ചി ഇതിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാന് പിന്നെ എനിക്കിത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ എന്ത് പറയണമെന്ന് അറിയില്ല. നല്ലതാണോ മോശമാണോ നീ ഒന്നും പറയണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ ആ കുട്ടി അവരിന്റെ ഇപ്പം 24 വയസ്സ് 25 വയസ്സുള്ള കുട്ടികളൊക്കെ മൈൻഡില് വേറൊരു ചിന്തയാ. നമ്മൾ എന്ത് പറഞ്ഞാലും സന്തോഷമേ അവർക്കുണ്ടാവുള്ളൂ. അവരെ ഉപദേശിക്കാൻ നിന്നാ നമ്മൾ ശത്രുവാ. പിന്നെ അത് പിന്നെ വൺ സൈഡ്. പിന്നത്തെ അതർ സൈഡ് എന്താന്ന് പറഞ്ഞാല് പിന്നീട് പറയും, ഞാൻ അന്ന് കുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വിവരമേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ വിവരമുണ്ട്, അനുഭവ പാഠങ്ങളുണ്ട്, ആരെങ്കിലും എന്നെ പറഞ്ഞ് തിരുത്തിയോ? അതൊരു ചോദ്യവും വരും. അത് ഒന്ന്. പിന്നെ പറയും, ഇതെന്റെ വിധി അല്ലാതെ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരും ഉണ്ട്. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കുന്നവരാണ്. ഇതെന്റെ വിധി അല്ലാതെ എന്ത് ചെയ്യാൻ എന്ന് പറയായിരിക്കും. ഇത് നോക്കിയിട്ട് എനിക്കതൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് ഇതിവിടെ ഉണ്ടെന്ന് അന്വേഷിക്കും ഞാൻ കേട്ടോ. ഇതോ അത്രയും ദൂരം എവിടെ? ബെത്തനി കോളേജ്, ബെത്തനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിയോതെറാപ്പി അവിടെ ഉണ്ട്. ആണോ? അല്ലെങ്കിൽ അടുത്ത് ഇതെല്ലാ സ്ഥലത്തും ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ റേറ്റ് കുറവാ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട്. അപ്പൊ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് നന്നായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. കാരണം ആ തള്ളി നിൽക്കുന്ന സാധനം തിരിച്ചു, പിന്നെ അതിന്റെ കൂടെ കുറച്ച് കാൽഷ്യം ടാബ്ലറ്റ്സും വൈറ്റമിൻ ഡി ഒക്കെ. വൈറ്റമിൻ ഡി മിക്കവാറും കുറവായിരിക്കും. എനിക്ക് 9 ഉള്ളൂ. വൈറ്റമിൻ ഡി ഒന്ന് എനിക്ക് നോക്കണം. കാരണം വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കാൽഷ്യം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, അബ്സോർബ് ചെയ്യണ്ടേ? വൈറ്റമിൻ ഡി തന്നെ. അല്ലെങ്കിൽ രണ്ടിനും കൂടി കോംബോ ഡ്രഗ് കഴിച്ചാൽ മതി. പക്ഷെ ഒന്ന് നോക്കുന്നതാ നല്ലത്. നമുക്ക് ഇന്ന് തന്നെ കൊടുത്തിട്ട് പോയായിരുന്നല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു ലാബ്, ആസ്റ്റർ ലാബ്. അതായത് ഇന്ന് ശനിയാഴ്ച 50% ഓഫാ. അതാവുമ്പോ 1000 രൂപ കൊടുക്കണം, 500 രൂപ കൊടുത്താൽ. അല്ലെങ്കിൽ 1000 രൂപ. ശനിയാഴ്ച? ഓർമ്മയില്ല. ഇന്ന് വെള്ളിയാഴ്ച. നാളെ നോക്കാം. നമുക്ക് എന്തായാലും പോകുന്നതിനിടയ്ക്ക് ചെയ്യാം. പോകുന്ന ഡേറ്റ് ഏതാ? പോകുന്ന ഡേറ്റ് 31 വൈകുന്നേരം 4 മണിക്ക് നീ പോയിട്ടാ ട്രെയിന്? വന്ദേ ഭാരത്. വന്ദേ ഭാരത് അച്ഛമ്മ എന്നാലും വന്ദേ ഭാരതിൽ എന്നെ എനിക്കത് കേറണം. ഞാൻ മക്കളെ നിന്നെ വന്ദേ ഭാരതിൽ കൊണ്ടുപോകാൻ. കൊച്ചൻ.
അവന്റെ എല്ലാ ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവന്റെ അച്ഛമ്മ എന്ന് പറഞ്ഞിരിക്കണല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ടേ, അനാവശ്യമായിട്ട് പറയണ ഒന്നും ഞാൻ മനുഷ്യൻ ചെയ്യില്ല. അത് ചെയ്യില്ല. അവന്റെ ദൂരത്തിനൊന്നും ഞാൻ കയറി നിൽക്കില്ല. അതാണ് അറിയാം. ഒരുപാട് എക്സ്ട്രാ പണിയാണ്. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് രാവിലെ ഞങ്ങൾ 3 പേരും ഒരു പഴം പുഴുങ്ങിയതോ 2 കോഴിമുട്ട വെച്ചാ കഴിക്കുന്നത്. അതാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളെ 3 പേരുടെ അത് ധാരാളം മതി ന്യൂട്രീഷ്യസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ ഒരു ഗ്ലാസ് ഞാൻ ഇവരെ നിർബന്ധിച്ചതുകൊണ്ട് ഇവരെല്ലാരും പാൽ ചായ കുടിക്കാൻ. കാൽഷ്യം പാൽ ചായ അല്ലെങ്കിൽ പാലമ്മ കുടിക്കില്ല, എത്ര പറഞ്ഞാലും അത് സമ്മതിക്കില്ല, എന്താണെന്നറിയില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഒന്ന് വിശക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 12 മണിയാവണം. അതിന്റെ ഇടയ്ക്ക് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇടയ്ക്ക് കുടിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഇടയ്ക്ക് കുടിക്കണം, അല്ലെങ്കിൽ മോരും വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കണം. അത് മതി. ഉച്ചക്ക് ഇപ്പൊ എന്ത് പറയാണെങ്കിലേ ചോറും എന്തെങ്കിലും ഒരു കറിയോ ഒരു ചമ്മന്തിയോ ഒരു പപ്പടം എന്തെങ്കിലും മതി. നമ്മളെല്ലാം അത്രേ തിന്നുവാറുള്ളൂ. പിന്നെ ഡെയിലി ചിക്കൻ ഉണ്ടാവും, അതുകൊണ്ട് സൈഡ് എപ്പോഴും ഉണ്ടാവും. അപ്പം ഭയങ്കര പണി. ആ വീട് മുഴുവനും അമ്മ എല്ലാം 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ തുടയ്ക്കും. അത് എവിടെയെങ്കിലും ഒരു പൊടി കണ്ടാ അന്ന് മുഴുവൻ തുടക്കില്ല. പിന്നെ ഒരു ഡ്രസ്സും വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കൂല. അയ്യോ, കംപ്ലീറ്റ്. ഞാൻ വിചാരിക്കും വാഷിംഗ് മെഷീൻ വെറുതെ വാങ്ങിയത്. കംപ്ലീറ്റ് ഡ്രസ്സ് കല്ലിൽ കൊണ്ടുപോയിട്ട് അലക്കുള്ളൂ. അപ്പൊ ഇതിങ്ങനെ പണി കൂടി വരുമല്ലേ. ഒരു ഭക്ഷണവും കഴിക്കില്ല, ഒരു സാധനവും കഴിക്കില്ല. ആകെ കഴിക്കുന്നത് കപ്പ കഴിക്കും. പിന്നെ രാത്രി രാത്രിയൊക്കെ രാത്രി ഒരു നൂൽപുട്ട്, ഉച്ചക്ക് ചിലപ്പോ ഒന്നും കഴിക്കില്ല. പട്ടിണിയാ ഭയങ്കര. ഭക്ഷണത്തിന് രുചിയില്ല എന്നാ ഞാൻ പറഞ്ഞ. അമ്മ ഇത്രയും വയസ്സായില്ലേ, 70 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് രുചിയും മണമൊക്കെ കുറയും. അതൊക്കെ സാധാരണയാണ്. നമ്മള് രുചി നോക്കി കഴിക്കാൻ. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും. അതാ ഞാനിപ്പോ ഈ കുടക് പോകുന്ന ടൂർ ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും അവരെ കൂടെ വിടണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയി വന്നതല്ലേ. അതാ ട്രിവാൻഡ്രം പോവാന്ന് പറഞ്ഞ കഴിഞ്ഞ മാസം അമ്മ വേറൊരു സ്ഥലത്തും പോവാറില്ല. അയ്യോ ട്രിവാൻഡ്രം പോവാനുണ്ട്, ഇനി വേറെ എവിടെയും പോവാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ട്രിവാൻഡ്രം ഒക്കെ ഇപ്പൊ അടുത്തുള്ള സ്ഥലമല്ലേ, അതിനൊരു യാത്രയായിട്ട് നമുക്കിപ്പോ കൂട്ടാനൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ മലബാറിലെ മാവേലിയിലെ കയറി തന്നെ വരണം, 12 മണിക്കൂർ 10 മണിക്കൂർ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, 12 മണി 10 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് രാത്രിയിലത്തെ ട്രെയിനിൽ പോകണി ഒന്ന് ഉറങ്ങിയിരിക്കും. ശരിയാ. ഞാനും മറ്റേ ഇതില് വന്നപ്പോ കൊച്ചുവേളി ആ ട്രെയിനിൽ വന്നപ്പോ ഉറങ്ങിയത് കൊണ്ട് അറിഞ്ഞില്ല. ഒന്നും ഉറങ്ങിയിരിക്കുമ്പോ അവിടെ എത്തും, ക്ഷീണമേ ഇല്ല. പക്ഷെ ക്ഷീണമുണ്ട്. എനിക്ക് അങ്ങോട്ട് പോയപ്പോ നടുവേനില്ലായിരുന്നു, ഇങ്ങോട്ട് പോയപ്പോ നടുവേന. എന്റെ കാല് വേദന, എനിക്ക് മുട്ടാണ് എനിക്ക് വിട്ടുപോയത്. കാലൊന്ന് പൊക്കി വയ്ക്കാൻ ഒന്നും ഒരു സമയമില്ല.
അഗ്രികൾച്ചറൽ പെരുവണ്ണാമൂഴി. പെരുവണ്ണാമൂഴി ഡാം അതിവിടെ അടുത്ത സ്റ്റോപ്പ്. എത്തണ്ട. പെരുവണ്ണാമൂഴി അവിടെ അല്ലേ ഒരു സിനിമ ഉണ്ടായിരുന്നേ പെരുവണ്ണാമൂഴി ഡാമിലോ? പെരുവണ്ണാപുരത്ത് അല്ല അതല്ല, ഇവിടുന്ന് ഉള്ളത് മറ്റേ ഒരു മേലെപ്പറമ്പിലാണ് വീട് എന്നുള്ളൊരു സിനിമ. അത് ഇവിടുത്തെ നമ്മുടെ അവിടുത്തെ അത് ഗിരീഷ് പുത്തഞ്ചേരി ആണ് കഥ എഴുതിയത്. നമ്മളവിടുത്തെ ഒരു വീട്ടിലുള്ള അമ്മയുടെ മക്കളുടെ കഥയാണ്. ഗിരീഷ് പുത്തഞ്ചേരിന്റെ വീടിന്റെ മേലെയുള്ള വീട്ടില് അവിടെ അങ്ങനെയായിരുന്നു. 4 ആൺമക്കളും ഫുൾ ആണുങ്ങള്, അമ്മയും മാത്രം. എന്തായാലും നല്ലവണ്ണം പിന്നെ എൻട്രൻസിന് ഇതിന് പഠിക്കണം കേട്ടോ. അത് പഠിക്കണം, അത് ഓപ്ഷൻ കിട്ടണം, എവിടെയാണേലും പോണം. ഇപ്പൊ സൂറത്തുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കുടകിലായിരുന്നു. കൂർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. സൂറത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിന്റെ ഇപ്പൊ കോഴിക്കോടില്ലേ, ട്രിവാൻഡ്രം ഇല്ലേ, സെയിം കാലാവസ്ഥയും സെയിം ഇതൊക്കെ തന്നെയാണ്. ഒത്തിരി നല്ലതാണ്. പിന്നെ പിന്നെ ഇൻഡസ്ട്രിയൽ സിറ്റിയാണത്. തുണിയൊക്കെ എന്താ വിലയെന്ന്, കുറച്ച് വിലയുള്ളൂ, വളരെ ചീപ്പാണ്. വളരെ ചീപ്പാണ്. തൂക്കിയൊക്കെ വാങ്ങിക്കുന്നത് സൂറത്തിന് തുണികളൊക്കെ. പിന്നെ തൂക്കിയെല്ലാം വാങ്ങിക്കുന്നത്. അത്രയ്ക്ക് ഒത്തിരി ചീപ്പാ. പിന്നെ നല്ല കാലാവസ്ഥയാണ്, നല്ല പിന്നെ എന്തുകൊണ്ട് നല്ല എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് സൂറത്ത്. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് കൂർഗ് വരുന്നത്. തണുപ്പല്ലേ? കൂർഗ് വിചാരിച്ച പോലെയല്ല, ഭയങ്കര തണുപ്പ്. കൂർഗ് തണുപ്പാണ്. പിന്നെ അതും വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം വയനാടും അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട്, അതും വലിയ ബുദ്ധിമുട്ട്. ഇവിടെ എവിടെയാണേലും പോകാം. ഇനി അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ജമ്മു കിട്ടുവാണെങ്കിൽ അതും പോകണം. അത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കണം. എന്തെന്നറിയാവോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ വിചാരിക്കുവേ പിന്നെ അയ്യോ ഇതാണോ സ്വർഗം, നമ്മൾ എവിടെ വന്ന് എത്തിപ്പെട്ടു നിൽക്കുന്നു എന്ന് വിചാരിക്കും. പിന്നെ അവിടെ ചെന്ന് പിന്നെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ചെടുക്കണം. എന്റെ കൂടെ പഠിച്ച കുറെ പേരുണ്ട് സർജറി മെഡിസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവര് കുറെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരാ. ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ചേട്ടന്മാരും ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, എപ്പോഴും അവരൊരു. പക്ഷെ അവിടെ അവര് തന്നെ പറയുന്നത് കേൾക്കാം, അവിടെ ഇങ്ങനെ ഈ നമ്മള് അവിടത്തെ നാറ്റീവ്സ് കുട്ടികളിലെ പല ആൾക്കാരും ഈ എക്സ്ട്രീമിറ്റീസ് ചിന്തകളുള്ള ആൾക്കാരാണ്. ഇന്ത്യനോട് ഭയങ്കര ദേഷ്യം, ഇന്ത്യക്കാരോടൊരു കുഞ്ഞമാവാ. അതായത് കാശ്മീരില് എന്റെ ഒരു ഫ്രണ്ട് അവിടെ ജനറൽ സർജറി PG. അപ്പൊ അവളോട് ഒരാള് ചോദിച്ചു എവിടെന്നാ വരുന്നത് വെച്ചപ്പോ അവള് പറഞ്ഞു കേരള. ഓ അറി ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചു. കാശ്മീരിൽ നിന്നിട്ടാണ് അറി ഫ്രം ഇന്ത്യ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവിടത്തെയും ആളുകളുടെ മനസ്സിൽ അങ്ങനെയാണ്. അവരുടെ വിചാരം നമ്മളാണ് അവര് രണ്ടാക്കി പോയതെന്ന് പറയും. പക്ഷെ അത് പിന്നെ മുസ്ലിംസ് അങ്ങനെ വിചാരിക്കുള്ളൂ. ഹിന്ദുക്കൾ ഒരുപാടുണ്ട്. പിന്നെ പഠിക്കാൻ പോണ കുട്ടിയൊക്കെ എപ്പോഴും ഗവൺമെന്റ് സെക്യൂരിറ്റി ഒരുക്കും. വിദ്യാർത്ഥികൾക്ക് അത് അവരെപ്പോഴും അതിന്റെ ഇതുണ്ടാകും, അവരുടെ സപ്പോർട്ട് ഉണ്ടാകും.
ചൂടുണ്ടോ? ചൂട് ഇല്ല. ഉണ്ടോ ചൂട്? AC ഇടാം. നിനക്ക് വേണമെങ്കിൽ ഇട്ടോ, ലൈറ്റൊക്കെ ഇടണ്ട. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. അങ്ങോട്ട് കയറുമ്പോ എന്തായാലും ഇനിയിപ്പോ കയറാൻ പോവല്ലേ? അപ്പൊ പിന്നെ ഇടണ്ട. ബില്ലോ മാത്രം താഴ്ത്തിയിട്ടാ മതി. വല്യമ്മയുടെ വീട്ടിൽ തന്നെ കൂടുന്നത്. വല്യമ്മയുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും വിനോദിന്റെ അവിടെയാ. വിനോദേട്ടൻ ആയിരിക്കും. വിനോദേട്ടൻ അവരും വരുന്നുണ്ടോ കൂർഗിന്? അല്ല, അവരവിടെ അല്ലേ. ഇതിവിടെ ഇവിടുത്തെ അച്ഛൻ്റെ അവിടുത്തെ ആൾക്കാർ. ശരി. നീ കൂടെ പോ അമ്മയുടെ കൂടെ. ഞാൻ ഒരാഴ്ച മുമ്പ് പോയിട്ട് ഹോസ്പിറ്റൽ ടൂർ കൂറിലേക്ക് എന്നാലും അമ്മയ്ക്കൊരു ആശ്വാസമാവുമല്ലോ. സ്റ്റേ ഉണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ നിന്ന് പോയി വരാറുള്ളത് 2.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. എവിടുന്ന്? ഇവിടുന്ന്. ഇവിടുന്നാ? അപ്പൊ സ്റ്റേ ഇല്ല? സ്റ്റേ ഇല്ല, രാവിലെ പോയിട്ട് വൈകിട്ട് വരും. പിന്നെന്താ പ്രശ്നം? രാവിലെ എവിടുന്നങ്ങ് പോയാൽ മതി. 6 മണിക്ക് ഇവിടുന്ന് പോയാല് അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അപ്പോഴത്തേക്കും പിന്നെ ഇത് പാർക്കെല്ലാം തുറക്കും. കണ്ടിട്ടേക്ക് വരാം. വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരികെ ചെയ്യാം. നീ എപ്പോഴും ഇതുവഴിയാണോ വരുന്നത്? ഞാൻ ക്ലച്ച് ഇഷ്യൂസ് വന്നതിന് ശേഷം ഞാൻ വഴിയാ വരാം. കാരണം അത് ചെറിയ ഹെയർ പിൻ ആയതുകൊണ്ട് വേഗം കയറി വരാം, തിരക്കും ഉണ്ടാവില്ല. നമ്മൾ ഈ ക്ലച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല. ഇതെന്റെ പണ്ടത്തെ സ്ഥിരം റൂട്ടായിരുന്നു. കാരണം മറ്റേ എന്റെ എക്സ് വൈഫിന്റെ വീട് ഇവിടെയാണല്ലോ, കുറ്റ്യാടിയാ. നാണുമാഷ വീടിനടുത്താ. നാണുമാഷ വീടിനടുത്താ.
സൗണ്ടിലാണോ പാട്ടാണോ? പാട്ട് പതുക്കെ വയ്ക്കേ, സൗണ്ട് വേണ്ട. കുറച്ച് ദിവസം ഓക്കെ. ആ മതി. അതിനൊരു സുഖം വരുന്നു. ഇത് ബൈപ്പാസ് ആട്ടോ. ആണോ? നമ്മള് പേരാമ്പ്ര ടൗണിൽ കേറില്ല, ഭയങ്കര ബ്ലോക്കുള്ള ടൗണാണ്. പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് ടൗൺ കഴിഞ്ഞിട്ട് കേറും. എല്ലായിടത്തും ബൈപ്പാസ് ഒന്നല്ലേ? തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പൊ ബൈപ്പാസിന്റെ മേളം. എനിക്കാണെങ്കിൽ ഒരിടം കൂടെ കയറിയാൽ മതി. രാത്രിയിൽ നമ്മൾ വന്നപ്പം അതെ. എല്ലാവർക്കും ഭയങ്കര ഇതാണ്. 2 രൂപ 2 രൂപയല്ലേ? 2 രൂപ. ഇതെന്താ ഈ ഒരു ചിരട്ട കൊണ്ടിരിക്കണേ? ഒന്ന് ഇതുണ്ടാക്കുന്നുണ്ട്, മറ്റേ എന്താ കരിയില്ല, തീ കത്തിക്കാനുള്ള ചിരട്ടക്കരി. രണ്ടാമത്തത് കളർ.
ചാർക്കോൾ. അതിനാണ് പിന്നെ കരകൗശല ഐറ്റംസിനൊക്കെ അത് പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ. മെയിൻ ആയിട്ട് ചാർക്കോളം. ഹാൻഡിക്രാഫ്റ്റിനൊക്കെ ഭയങ്കര കുറച്ച് പൊട്ടിയൊന്നും എടുക്കില്ലല്ലോ അവര്. ഫുൾ സാധനം വേണ്ടി. അത് അവര് ഇപ്പൊ എന്ത് ചിരട്ടയാണെങ്കിലും എടുക്കും. കാരണം എനിക്ക് തോന്നുന്നു അത് കത്തിച്ച് അതിന്റെ കരി എടുക്കാനായിരിക്കും. ആ കരി എന്തിനോ അവർ ഉപയോഗിക്കും കേട്ടോ. കൊറേ എണ്ണം ഉണ്ട്. ഒന്ന് ഡൈക്ക് ഉപയോഗിക്കും, പിന്നെ നമ്മുടെ കരി തന്നെ ബ്ലാക്ക് കളർ മഷി പെയിന്റ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. പിന്നെ തീ കത്തിക്കാനുള്ള ചാർക്കോളായിട്ട് തന്നെ ഗ്രില്ല് അങ്ങനത്തെ സാധനത്തിനൊക്കെ ഉപയോഗിക്കും. പക്ഷെ നല്ല വിലയുണ്ട്, സാധനം കിട്ടാനില്ല. നല്ല വിലയുണ്ട്. പക്ഷെ പറ്റിപ്പാ, കാരണം അവർക്ക് ഒരു ഫുൾ തേങ്ങയുടെ ചിരട്ടയ്ക്ക് 5 രൂപ കിട്ടും. നമുക്ക് 2 തരുള്ളൂ. നമ്മുടെ